പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒമാന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കനത്ത മഴ തുടരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇന്നലെയും തുടർന്നു. ഇസ്കി സിനാവ് റോഡിൽ 5 പേർ സഞ്ചരിച്ച വാഹനം വാതിയിൽപ്പെട്ട് ഒരു കുട്ടി മരണപ്പെട്ടതായും 4 പേരെ രക്ഷപ്പെടുത്തിയതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. രക്ഷപ്പെട്ടവരെ ഇബ്ര റഫറൻസ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി. മറ്റൊരു സംഭവത്തിൽ വാദി ബനി ഹനിയിൽ വാതിയിൽപ്പെട്ട 2 പേരെ രക്ഷപ്പെടുത്തി എയർലിഫ്റ്റ് ചെയ്തതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം വടക്കൻ മേഖലയിലും ദോഫാറിലും ശക്തമായ കാറ്റിന്റെ ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരുകയാണ്. സുഹാർ, ആദം, സിനാവ്, നിസ്വ, ജബൽ അക്തർ, മിർബാത്ത്, ഇബ്രി, സമായിൽ, ബുറൈമി, നഖൽ, വാദി അൽ ജിസി, റുസ്താഖ്, മുദൈബി, ലിവ, മഹ്ദ, ദംഗ് വിലായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇന്നലെ ശക്തമായ മഴ പെയ്തത്. വാദികൾ നിറയുകയും താപനില താഴുകയും ചെയ്തു. മലമുകളിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ വാദികളിൽ പലതും നിറഞ്ഞു വെള്ളം റോഡുകളിലേക്ക് ഒഴുകി. ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇന്നും മഴ തുടരുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 25 മുതൽ 50 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. 15 മുതൽ 25 നോട്ട് വരെ വേഗത്തിൽ കാറ്റുവീശും. തീരദേശങ്ങളിൽ തിരമാല ഉയരാനും സാധ്യതയുണ്ട്. ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും. മുഴുവൻ ആളുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും വാദികൾ മുറിച്ചു കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു.